ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഡെയിലി ബൂസ്റ്ററിൻ്റെ 22ാമത്തെ ദിവസമാണിന്ന്. 173/24 നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ആവാത്തവരാണെങ്കിൽ ടെലഗ്രാം ചാനലും കൂടി ജോയിൻ ആകുക. അതിലാണ് നമ്മൾ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള മാർക്കറ്റ് PDF അതേപോലെ തന്നെ PDF ക്വസ്റ്റ്യൻ പേപ്പർ വിത്തൗട്ട് ആൻസർ ഉള്ളതും കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവർക്ക് എന്ത് ചെയ്യുക, GK പോർഷൻസും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സാം പോലെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ലതായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും എന്താണ് നമ്മൾ കറക്റ്റായിട്ട് എഴുതി പോകണം. എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ആയി, ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്കൊരു ധാരണ വേണം. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിക്കേ. മിസ്റ്റർ ഗോപാൽ അക്കംപൈൻഡ് ബൈ ഹിസ് 2 managers ലീവിംഗ് ഫോർ ലണ്ടൻ. എന്താണ് പറയുന്നത്? മിസ്റ്റർ ഗോപാൽ അക്കംപൈൻഡ് ബൈ ആരൊക്കെയാണ്? ഹിസ് 2 managers. ഇവിടെ നമ്മുടെ ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് അക്കംപൈൻഡ് ബൈ ആണ്. ഇങ്ങനത്തെ വേർഡ് വരുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? റൂളൊക്കെ നമ്മൾ ഫസ്റ്റ് മുതൽ ഈ 20-21 ദിവസങ്ങളാണ് നമ്മൾ പല റൂൾസും പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പറയുന്നുണ്ട് അക്കംപൈൻഡ് ബൈ വരുമ്പോൾ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് വേണ്ടത്? ആ വെർബ് എന്ന് പറയുന്നത് എഗ്രി ചെയ്യേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റ്. ഇവിടെ ഉണ്ട് ഒരു സബ്ജക്റ്റ്, ഇത് ഇവിടെ അദ്ദേഹത്തിന് 2 മാനേജേഴ്സും ഉണ്ട്. ഇത് മിസ്റ്റർ ഗോപാൽ നമുക്ക് സിംഗുലർ ആണ്. 2 managers എന്നുള്ളത് ഇവിടെ പ്ലൂറലാണ്. പക്ഷേ അക്കംപൈൻഡ് ബൈ വരുമ്പോഴേക്കും ആ വെർബ് എഗ്രി ചെയ്യേണ്ടത് ഏതിനെയാണ്? ഫസ്റ്റ് സബ്ജക്റ്റിനെയാണ് എഗ്രി ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിവിടെ നോക്കേണ്ടത് എന്താണ്? അക്കംപൈൻഡ് ബൈ. അപ്പൊ മിസ്റ്റർ ഗോപാലിനെയാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്ത് വേണം? സിംഗുലർ ആയിരിക്കണം. അപ്പൊ ഇവിടെ സിംഗുലർ ആയിരിക്കണം നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ആറ് വരില്ല, ഹാവ് വരില്ല. പിന്നെ എന്താണ്? ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ഹാവ് ആണ്, ഈസ് അല്ലെങ്കിൽ ഹാസ് ആണ് വരേണ്ടത്. ഇവിടെ നമ്മൾ ഹാസ് ലീവിങ് എന്നല്ല നമ്മൾ പറയുന്നത്. എന്താണ്? സിമ്പിൾ ആയിട്ട് മതി അല്ലെ? ഈസ് ലീവിങ് ആണ്. അപ്പൊ എന്താണ്? മിസ്റ്റർ ഗോപാൽ അക്കംപൈൻഡ് ബൈ ഹിസ് 2 managers ഈസ് ലീവിംഗ് ഫോർ ലണ്ടൻ. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ് ആണെങ്കിൽ എന്താണ്? V1 ഫോം ആണ് അല്ലേ? V1 ഫോം ആണെങ്കിൽ എന്ത് വേണം? വിൽ പ്ലസ് V2 ഫോം ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് വരണം? ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ് യു വിൽ സക്സീഡ്. വില്ല് വേണം, അത്രയും ഓർത്താൽ മതി. ബാക്കി എല്ലാം നിങ്ങൾ കട്ട് ചെയ്തോ. വുഡ് ഹാവ് ഒന്നുമല്ല. വുഡ് ഹാവ് ഒക്കെ എപ്പോഴാണ് വരേണ്ടത്? V3 വരുമ്പോഴാണ് അല്ലേ? ഇഫ് ക്ലോസിൽ ഇവിടെ V3 ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് വന്നേനെ? അവിടെ വുഡ് ഹാവ് വന്നേനെ. ഇവിടെ എന്താണ്? ഇവിടെ സിമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ? V1 ഫോമിലാണ് തന്നിരിക്കുന്നത്. സോ നമുക്കിവിടെ വേണ്ടത് വിൽ സക്സീഡ് ആണ് വേണ്ടത്. എന്താണ്? ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ് യു വിൽ സക്സീഡ് ആണ്. റിച്ചാർഡ് refused to accept the free ride because he was dash a honorable man. ഇവിടെ എന്താണ്? ഇവിടെ എച്ച് ആണ് അല്ലേ? എച്ച് ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് വായിക്കേണ്ടത്? ഓണറബിൾ എന്നാണ്. ഓണറബിൾ മാൻ ആ ഒരു അല്ലെ? ഇവിടെ ഓ ആണ് നമ്മൾ വായിക്കേണ്ടത്. നമ്മൾ AEIOU വവൽസ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്? AEIOU വരുമ്പോഴാണ് നമ്മൾ ആൻ കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? ശരിക്കും അതിന് AEIOU അല്ല നമ്മൾ നോക്കുന്നത്, അതിന്റെ ആ ഒരു വോയിസിനാണ്. നമ്മൾ എന്താണോ പ്രൊനൗൺസ് ചെയ്യുന്നത് അതിന്റെ സൗണ്ടിനാണ്. അപ്പൊ ഇവിടെ ഏതാണ്? ഓണറബിൾ മാൻ. അപ്പൊ ഇവിടെ ഏതാണ് വരേണ്ടത്? ആൻ ആണ് വരേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ? യു എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഇ ആണെങ്കിൽ പോലും ഇവിടെ എ ആണ് അല്ലെ വരേണ്ടത്. നമുക്ക് AEIOയുടെ റൂൾ വെച്ചാണെങ്കിൽ ഇവിടെ ആൻ ആണ് വരേണ്ടത്. പക്ഷെ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്? യു എന്നാണ്. അപ്പൊ ഇവിടെ AU എന്നാണ് വരേണ്ടത്. ഓക്കെ, അതേപോലെ യൂണിവേഴ്സിറ്റി ഒക്കെ യൂണിവേഴ്സിറ്റി ആണ്. യൂണിവേഴ്സിറ്റി ഇവിടെ യായാണ് വരേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ്? A ആണ്. അതേപോലെ തന്നെയാണ് ഇവിടെ ഓണറബിൾ. നമ്മൾ എച്ച് എന്ന് പറയുന്നത് അവിടെ എന്താണ്? സൈലന്റ് ആണ്. ആ എച്ചിനല്ല അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതിന്റെ സൗണ്ടിനാണ്. അപ്പൊ അവിടെ ഏതാണ്? ആൻ honorable man. Richard refused to accept the free ride because അവൻ എന്ത് ചെയ്തു? ആ ഫ്രീ റൈഡിനെ എന്ത് ചെയ്തു? റെഫ്യൂസ് ചെയ്തു. കാരണം എന്താ? അവനൊരു ഓണറബിൾ മാൻ, സത്യസന്ധനായ ഒരു മനുഷ്യനാണെന്നുള്ളത്. The registrar of the university said that the students dash earn 85% attendance to be eligible to appear for the examination. എന്താണ് പറയുന്നത്? രജിസ്ട്രാർ പറയുന്നത് എന്താണ്? said that the student, അവരോട് പറഞ്ഞത് അവരെന്ത് ചെയ്യണം? ഏൺ ചെയ്യണം. അതെങ്ങനെയാ വരേണ്ടത്? ക്യാൻ ഏൺ, വിൽ ഏൺ, കുഡ് ഏൺ എന്നല്ല, ഷുഡ് ഏൺ അല്ലെ? സ്റ്റുഡൻറ് ഷുഡ് ഏൺ 85% അറ്റൻഡൻസ് ടു ബി. ഒരു കമ്പൽസറി ആണല്ലേ പറയുന്നത്. അപ്പോൾ അവിടെ ഷുഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അവർ എന്താണ്? 85% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്ക് എക്സാമിനേഷനിൽ അപ്പിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളത്. ദേ ഹാർഡ്ലി റിമെമ്പർ എനിത്തിങ്. ഹാർഡ്ലി എന്താണ്? ഹാർഡ്ലി റെയർലി ഒക്കെ വരുമ്പോൾ നമുക്കറിയാം അത് നെഗറ്റീവ് വേർഡ് ആണല്ലേ? ദേ ഹാർഡ്ലി റിമെമ്പർ. സോ ഇത് എന്താണ്? ഇത് നെഗറ്റീവ് ആണ്.
അപ്പൊ ടാഗ് എന്തായിരിക്കണം? ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. സോ വോണ്ടും വെട്ടിക്കളഞ്ഞോ, ഡോണ്ടും വെട്ടിക്കളഞ്ഞോ, ക്യാന് വരില്ല അല്ലെ. ഇവിടെ ഡു പ്ലസ് ആ ഒരു മീനിങ്ങിലല്ലേ. അപ്പൊ ദേ ഹാർഡ്ലി റിമെമ്പർ എനിത്തിങ്. അപ്പൊ എന്ത് വേണം? ഇവിടെ ഡു ആണ് വരേണ്ടത്. ഡു ദേ ഹാർഡ്ലി ദേ ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഡു ദേ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ഡു ദേ ആണ്. As little Albert could not dash his nagging grandmother, he decided to leave home. Nagging grandmother എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും ശകാരിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ഇങ്ങനെ കുറ്റം പറയുന്നൊക്കെ വരത്തില്ലേ, അതിനെയാണ് നമ്മൾ നാഗിങ് എന്ന് പറയുന്നത്. ആസ് ലിറ്റിൽ ആൽബർട്ട്, എന്താണ് ആ കുഞ്ഞ് ആൽബർട്ടിന് എന്ത് പറ്റില്ല? കുഡ് നോട്ട്, അവന് കഴിയുന്നില്ല. എന്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, പുട്ടപ്പ് വിത്ത്. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തത്. പുട്ടപ്പ് വിത്ത്, കുഡ് നോട്ട് പുട്ടപ്പ് വിത്ത്, ടോളറേറ്റ് ചെയ്യുക, സഹിക്കുക, അതാണ് പുട്ടപ്പ് വിത്തിന്റെ മീനിങ് അല്ലെ. ഹിസ് നാഗിങ് ഗ്രാൻഡ് മദർ, അവന്റെ ആ ഒരു എപ്പോഴും വഴക്ക് പറയുന്ന, എപ്പോഴും കുറ്റപ്പെടുത്തുന്ന അവന്റെ ഗ്രാൻഡ് മദറിനെ അവൻ എന്താണ്? സഹിക്കാനായിട്ട് പറ്റുന്നില്ല. സോ എന്ത് ചെയ്തു അദ്ദേഹം? ഹി ഡിസൈഡഡ് ടു ലീവ് ഹോം, അവൻ വീട് വിട്ട് പോകാനായിട്ട് അവൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താണ്? പുട്ടപ്പ് വിത്ത്. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കാൻ പറ്റാത്ത ആ ഒരു മീനിങ് ആണെന്നുള്ളത് ഓർത്തിരിക്കണം. എപ്പോഴും ചോദിക്കുന്നതാണ് പുട്ടപ്പ് വിത്ത്. ഇഫ് യുവർ ടീം ഡാഷ് അഗെയിൻ യു വിൽ ബി ഔട്ട് ഓഫ് ദ കോമ്പറ്റീഷൻ. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മുടെ ഇഫ് ക്ലോസിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പൊ ഇഫ് ക്ലോസിന്റെ 2 ക്വസ്റ്റൻ ആണ് ഇപ്പൊ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നുണ്ടല്ലേ, വില്ല് തന്നിട്ടുണ്ട്. വില്ലാണ് എങ്കിൽ നമുക്കറിയാം അവിടെ എന്ത് വേണം? സിമ്പിൾ ആയിട്ട് ഇവിടുത്തെ V1 ഫോം ആയിരിക്കണം വരേണ്ടത് അല്ലെ. എന്താണ്? ലോസ് അല്ലെ. അതെങ്ങനെയാണ് വരേണ്ടത്? ലോസ്, ലോസ്റ്റ്, ലോസ്റ്റ്. ഇതാണ് ഇതിന്റെ V1, V2, V3 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ വില്ല് വന്നേക്കുന്നത് കൊണ്ട് തന്നെ അല്ലെ, വില്ലാണ് ഡയറക്റ്റ് സിമ്പിൾ. വിൽ പ്ലസ് V1 ആണ് തന്നിരിക്കുന്നത്. അവിടെ വുഡ് ആയിരുന്നെങ്കിൽ അതിന്റെ V2 ഫോം വന്നേനെ, ലോസ്റ്റ് വന്നേനെ. അത് നമ്മൾ എങ്ങനെയാ പഠിക്കുന്നത്? V1 ആണെങ്കിൽ എന്ത് വന്നം? വിൽ പ്ലസ് V1. അവിടെ V2 ആണെങ്കിൽ എന്ത് വന്നം? വുഡ് പ്ലസ് V1 ആണ് വരേണ്ടത്. ഓക്കെ. അതേപോലെ ഹാഡ് V3 ആണെങ്കിൽ ഇവിടെ എന്ത് വന്നം? വുഡ് ഹാവ് V3 വരണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ എന്താണ്? നമുക്കറിയാവുന്ന വില്ലാണ്. വില്ലാകുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ വേറെ ഒന്നുമില്ല. അപ്പൊ ഡയറക്റ്റ് ഇവിടെ എന്ത് വരണം? അതിന്റെ V1 സിമ്പിൾ ഫോം ആണ്, ബേസ് ഫോം ആണ് വേണ്ടത് അല്ലെ. ഇഫ് യുവർ ടീം ലോസ് ആണ് വേണ്ടത്. LOSE, ലോസ്. ഇതാണ് നമ്മുടെ ലോസ്. ലോസ്റ്റ് ആണ്. ഇത് ലൂസ് ആണ് അല്ലെ. ഈ ലോസ് എന്താ? നഷ്ടക്കച്ചവടം. ഇതെന്താ? തോക്കുക എന്നുള്ള മീനിങ് ആണ്. ഓക്കെ. പിക്ക് ഔട്ട് ദ ആന്റോണിം ഓഫ് ദ വേർഡ് ക്ലിയർ ഫ്രം ദ ഫോളോയിങ്. ക്ലിയറിന്റെ മീനിങ് ആണ് നമുക്ക് വേണ്ടത്. ക്ലിയർ എന്ന് പറയുമ്പോൾ എന്താണ്? അല്ലെ, വ്യക്തമായ. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരേണ്ടത് മർക്കിയാണ്. മർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? മങ്ങിയ, അതാണ് മീനിങ്. ലൂസിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? വ്യക്തമായ, അതാണ് ലൂസിഡിന്റെ മീനിങ്. ഒബ്വിയസും എന്താണ്? വ്യക്തമായ എന്നുള്ള മീനിങ് ആണ് വരേണ്ടത്. ഡിസ്റ്റിങ്ക്റ്റ് എന്താണ്? അതും എന്താണ്? കീപ് യുവർ ഡിസ്റ്റൻസ് അല്ലെ. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമ്മൾ അതെന്താ നമ്മൾ പറയുന്നത്? വ്യക്തമായ എന്ന് തന്നെയാണ് അതിന്റെ മീനിങ്ങും വരേണ്ടത്. അപ്പൊ ഒബ്വിയസ് വ്യക്തമായതാണ്, ലുസിഡ് വ്യക്തമായതാണ്. ഇതെല്ലാം ഇതിന്റെ സിനോണിംസ് ആയിട്ട് വരേണ്ടതാണ്. അപ്പൊ ക്ലിയറിന്റെ ഓപ്പോസിറ്റ് ആന്റോണിം ആണ് എന്ത് പറയേണ്ടത്? നിങ്ങൾ പഠിച്ചു വെക്കണം. മർക്കി നമ്മൾ അധികം കേൾക്കാത്തൊരു വേർഡാണ് അല്ലെ. ഇപ്പൊ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും. പക്ഷെ അല്ലാണ്ട് നമ്മൾ നോർമലി കേൾക്കാത്തൊരു വേർഡാണത്. അപ്പൊ എന്ത് ചെയ്യുക? മർക്കി അത് പഠിച്ചു വെക്കുക. ലുസിൻ എന്താണ്? മർക്കി പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. The students found the project to be dash because it was very easy. Students found the project. അവരെന്താണ് ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത്? എന്താണ്? ഇത് എന്തെന്ന് പറയാൻ പറ്റും? പീസ് ഓഫ് കേക്ക് ആണെന്ന് പറയാൻ പറ്റും അല്ലെ. എന്താ പീസ് ഓഫ് കേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ജസ്റ്റ് സംതിങ് ഈസിലി അച്ചീവ്ഡ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്നത്. ഇനി കുറച്ച് നമുക്ക് നോക്കിയാലോ. ഗോ ദ എക്സ്ട്രാ മൈൽ. എന്താണ് ഗോ ദ എക്സ്ട്രാ മൈൽ എന്ന് പറയുന്നത്? ഗോ ദി എക്സ്ട്രാ മൈൽ. To put something extra effort, to put in extra effort അല്ലെ. കുറച്ചും കൂടി എക്സ്ട്രാ മൈൽ പോകുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എക്സ്ട്രാ എഫേർട്ട് നമ്മൾ ഇടുക എന്നുള്ളതിനെയാണ് പറയുന്നത്. ഇനി ബൈറ്റ് ദ ബുള്ളറ്റ്. എന്താണ് ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ? ഇതൊക്കെ കഴിഞ്ഞ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ബൈറ്റ് ദ ബുള്ളറ്റ്. എന്താണ് ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അല്ലെ. നമുക്ക് ബുള്ളറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കടിച്ചു പിടിക്കാൻ പറ്റുമോ? അപ്പൊ അതെന്താണ്? ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനെയാണ് ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണെങ്കിൽ ഷൂട്ട് ദ മൂൺ. ഷൂട്ട് ദ മൂൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഷൂട്ട് ദ മൂൺ. അതിന് നമുക്ക് എങ്ങനെ പറയാം? ടു എയിം ഹൈ അല്ലെ. നല്ല ഉയരത്തിൽ നമ്മൾ എയിം ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മുടെ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തായിരിക്കണം? നല്ല ഉയരത്തിലായിരിക്കണം, നല്ല ഗോൾ ആയിരിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ എന്ത് പറയാം? ട്രൈ സംതിങ് ഡിഫിക്കൽട്ട്. ഇതിനെയൊക്കെയാണ് നമ്മൾ ഷൂട്ട് ദ മൂൺ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് ഫ്രേസ് വിത്ത് എനി വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന വേർഡ് എന്താന്ന് നോക്കിക്കേ. ഹിറ്റ്ലർ ബിലീവ്ഡ് ഹിംസെൽഫ് ടു ബി ഓൾ പവർഫുൾ. അതായത് ഹിറ്റ്ലർ സ്വന്തമായിട്ട് വിചാരിച്ചത് എന്താണ്, അദ്ദേഹമാണ് ഏറ്റവും പവർഫുൾ ആയത് എന്നുള്ളത്. അതിനെ പറയുന്ന വൺ വേർഡ് ആണ് നമുക്ക് വേണ്ടത്. അതായത് ഒംനിസൈൻ, ഒംനി പ്രസന്റ്, ഒംനി പൊട്ടന്റ്, ഒംനിവോർ. ഇവിടെ എല്ലാത്തിനും നമുക്ക് കറക്റ്റ് മീനിങ് ഉള്ളതാണ്. അപ്പൊ ഇത് ഏതാണ്? ഒംനി പൊട്ടന്റ് അല്ലെ. എല്ലാ പൊട്ടൻഷ്യലോട് കൂടിയവൻ, എല്ലാ പവർഫുള്ളോട് കൂടിയവനെയാണ് നമ്മൾ പറയുന്നത് ഒംനി പൊട്ടന്റ് എന്ന്. അപ്പൊ എന്താണ് ഒംനിസൈന്റ് എന്ന് പറഞ്ഞാൽ? ഒംനിസൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഓൾ നോയിങ്, എല്ലാം അറിയുന്നവനെയാണ് നമ്മൾ ഒംനിസൈന്റ് എന്ന് പറയുന്നത്. ഒംനി പ്രസന്റ് എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ, എല്ലായിടവും പ്രസന്റ് ആയത്, ബീയിങ് പ്രസന്റ് എവരിവെയർ. ഓക്കെ, ബീയിങ് പ്രസന്റ് എവരിവെയർ അറ്റ് ദ സെയിം ടൈം, അതിനെയാണ് ബീയിങ് പ്രസന്റ് എവരിവെയർ അറ്റ് ദ സെയിം ടൈം, ഇതിനെയാണ് നമ്മൾ ഒംനി പ്രസന്റ് എന്ന് പറയുന്നത്. ഒംനിവോർ നമുക്കറിയാം അല്ലെ, രണ്ടിനെയും, അതായത് ഫ്ലഷും അതേപോലെ തന്നെ എന്താണ് പ്ലാന്റിനെയും അനിമൽസിനെയൊക്കെ കഴിക്കുന്നവരെയാണ് നമ്മൾ ഒംനിവോർ. നമ്മൾ ഹെർബിവോറസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്നവരെ, കാർണിവോർ എന്ന് പറയുമ്പോൾ നോൺ വെജ് കഴിക്കുന്നവരെ, ഒംനിവോർ എന്ന് പറയുമ്പോൾ രണ്ടും കഴിക്കുന്നവരെ. അപ്പൊ എന്താണ് ഒംനി പൊട്ടന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾ പവർഫുൾ, എല്ലാ പൊട്ടൻഷ്യലോട് കൂടിയവൻ, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഒംനി പൊട്ടൻഷ്യൽ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പൊ എന്താണത്? ഒംനി പൊട്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തവയിൽ മകൻ എന്ന പദത്തിന്റെ അലിംഗ ബഹുവചനം ഏത്? അലിംഗം എന്ന് പറയുമ്പോൾ എന്താണ്? മകനാണ് നമുക്ക് വേണ്ടത്, അതിന്റെ അലിംഗ ബഹുവചനം. അതായത് ആ ഒരു വേർഡ് കാണുമ്പോൾ നമുക്കത് ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ അതിന്റെ ലിംഗം നമുക്ക് മനസ്സിലാവരുത്. അപ്പൊ ഏതാണ്? മകന്മാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു അല്ലെ ബഹുവചനം തന്നെയാണെങ്കിൽ നമുക്കറിയാം മകന്മാർ നമ്മൾ പറയാറില്ല. പിന്നെ മകന്മാരുടെ, മകനെ, ഇതെന്താണ്? മക്കൾ എന്ന് പറയുമ്പോൾ അതെന്തായിട്ട് വരും? അലിംഗ ബഹുവചനമായിട്ട് വരും അല്ലെ. ആൺമക്കളാകാം പെൺമക്കളാകാം, അവിടെ എങ്ങനെയാണ് ലിംഗത്തെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പറയുന്നില്ല. മലയാളത്തിന്റെ എഴുത്ത് രീതിക്ക് അനുയോജ്യമായ വാക്യം തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലുള്ള ദരിദ്രരും അവസരരുമായ ഗ്രാമീണരെ ഉദ്ധരിപ്പിക്കാനുള്ള ശാന്തവും സദ്യഫലവുമായ ഒരേ ഒരു ഉപായം എന്താണ്? ഖാദിയല്ലാതെ വേറൊന്നുമില്ലാന്ന്. ഇന്ത്യയിലുള്ള ദരിദ്രവും അവസരവുമായ ഗ്രാമീണരെ ഉദ്ധരിപ്പിക്കാനുള്ള ശാന്തവും സദ്യഫലവുമായ ഒരേ ഒരു ഉപായം. ഇവിടെ നോക്കിക്കേ, ഇതിങ്ങനെ കണക്ട് ചെയ്താണ്. ഓരോന്നും നോക്കണേ. ഒരേ ഒരു ഉപായം സ്പ്ലിറ്റ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. ഒരേ ഒരു ഉപായം, ഇതാണ് സംഭവം. ഇന്ത്യയിലുള്ള ദരിദ്രരും അവസരരുമായ ഗ്രാമീണരെ ഉദ്ധരിപ്പാനല്ല, ഇത് കൂട്ടിയല്ല എഴുതേണ്ടത്, ഉദ്ധരിപ്പിക്കാനുള്ള ശാന്തവും സദ്യഫലവുമായ ഒരേ ഒരു ഉപായം ഖാദിയല്ലാതെ വേറൊന്നുമില്ല. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരേണ്ടത്. ഇങ്ങനെ നമ്മുടെ ഈ മലയാളത്തിലെ എഴുത്ത് രീതിയെ പറ്റി നമ്മൾ പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെയധികം തെറ്റുണ്ട്. നമ്മൾ പറയുന്നത് നമ്മൾ എഴുതുന്നതിലൊക്കെ അതിന്റെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒത്തിരി വായിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഈ ഒരു കാര്യം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള പ്രയോഗങ്ങളെ സംബന്ധിച്ച് ഉചിതമായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ രണ്ട് വീതം, ഈ രണ്ട്. നമുക്ക് എന്താണ് ഈ രണ്ട് വീതം എന്ന് പറയേണ്ട, ഈ രണ്ടെന്ന് മതി. അപ്പൊ ഇവിടെ ഏതാണ്? ഓപ്ഷൻ സി, രണ്ട് മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. നക്ഷത്രം എണ്ണുക എന്ന പ്രയോഗത്തിന് മലയാളത്തിൽ നടപ്പുള്ള അർത്ഥം ഏതാണ്? നക്ഷത്രം എണ്ണുക എന്താണ്? നക്ഷത്രം എണ്ണുക എന്ന് പറഞ്ഞാൽ എന്താണ്? കഷ്ടപ്പെടുക. കഷ്ടപ്പെടുന്നതിനെയാണ്. ഞാൻ നക്ഷത്രം എണ്ണിപ്പോയി അല്ലെ, ആ യാത്ര ഭയങ്കര ഇതായിരുന്നു, ഞാൻ നക്ഷത്രം എണ്ണിപ്പോയി, അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ നക്ഷത്രം എണ്ണിപ്പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അമരം പിടിക്കുക എന്താണ്? അമരം പിടിക്കുക എന്ന് പറഞ്ഞാൽ അമരം പിടിക്കുക. അമരമണിയം നമ്മൾ ഓപ്പോസിറ്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അണിയം, അതായത് നമ്മൾ പറഞ്ഞു വെള്ളത്തിന്റെ ഇവിടെ ഇരിക്കുന്നതിന് അണിയോന്ന്, ഇവിടെ അമരവും അല്ലെ, ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ അമരം പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അമരം എന്ന് പറഞ്ഞാൽ മുന്നിലാണ്. അപ്പൊ എന്താണ്? വഴി കാണിക്കുക. അതാണ് അമരം പിടിക്കുക എന്ന് പറയുന്നത്. ആകാശകുസുമം എന്താണ്? ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് അല്ലെ, സംഭവിക്കാത്ത കാര്യത്തിനെയാണ് നമ്മൾ ആകാശ കുസുമം എന്ന് പറയുന്നത്. ഭരതവാക്യം ചൊല്ലുക എന്താണ്? അവസാനിപ്പിക്കുക. ഭഗീരഥ പ്രയത്നം എന്താണ്? അതികഠിനമായ പ്രയത്നത്തെയാണ് നമ്മൾ ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. താഴെ കൊടുത്ത വാക്യങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. ഓരോ പൗരനും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ഓക്കെ, അത് നമുക്ക് എന്താണ്? ശരിയാണ്. ഓരോ പൗരനും നിയമം. ഏത് വിദേശികൾക്കും നമ്മുടെ മര്യാദകേടുകൾ മനസ്സിലാകും. ഏത് വിദേശി എന്ന് വേണ്ട, വിദേശികൾക്ക് നമ്മുടെ മര്യാദകേടുകൾ മനസ്സിലാകുമെന്ന് മതി. ഇപ്പൊ ഇത് തെറ്റാണ്. ആ മലവെള്ളം കുറെ ദിവസം നിന്നു. 1000 തേങ്ങകൾ, ഇവിടെ 1000 എന്ന് പറഞ്ഞു, 1000 തേങ്ങ മതി. അവിടെ വീണ്ടും എന്താണ്? നമ്മൾക്കവിടെ ബഹുവചന രൂപം വേണ്ട. അപ്പൊ എന്താണ്? ആ മലവെള്ളം കുറെ ദിവസം നിന്നു. ഇതും ശരിയാണ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 1, 3 എന്നിവ മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. ചിന്മയം എന്ന വാക്ക് നമ്മൾ കുറെ പറഞ്ഞു അല്ലെ. ഇത് ഏതാണ്? ചിത് പ്ലസ് മയമാണ് ചിന്മയം.
അതേപോലെ മറ്റൊന്ന് പറഞ്ഞാൽ എന്താണ് ഷഡ് പ്ലസ് മുഖൻ. എന്താണ് ഷഡ് പ്ലസ് മുഖൻ എന്ന് പറഞ്ഞാൽ? അത് ഷൺമുഖൻ. ഷൺമുഖനെയാണ് ഷഡ് പ്ലസ് മുഖൻ എന്ന് പറയുന്നത്. വാഘ്. വാഘ് പ്ലസ് മയം. എന്താണ്? അത് വാഗ്മയമാണ്. വാഗ്മയമാണ് വാഘ് പ്ലസ് മയം എന്ന് പറയുന്നത്. അപ്പൊ ചിത് പ്ലസ് മയമാണ് ചിന്മയം. ചേരുംപടി ചേർക്കുക. നോക്കിക്കേ, അർദ്ധവിരാമം, അപൂർണ വിരാമം, പൂർണ്ണവിരാമം, എന്താണ് അല്പവിരാമം. ഈ അർദ്ധവിരാമം എന്ന് പറയുമ്പോൾ എന്താണ്? അതിനെ നമ്മൾ രോദിനി എന്ന് പറയുന്നത്. ഈ സാധനമില്ലേ അർദ്ധവിരാമം, അതായത് വാക്യം പൂർണ്ണമായിട്ടില്ല, പിന്നെ എന്തൊക്കെയോ ഉണ്ട്. നമ്മളൊരു സെന്റൻസ് നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതി പോകുമ്പോഴേക്കും അവിടെ ഇങ്ങനെ ഇടും അല്ലെ, സെമി കോളൻ എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം ഇതെന്താണ്? രോദിനിയാണ്. അർദ്ധവിരാമം എന്താണ്? രോദിനി. അപ്പൊ ഇവിടെ എ വരേണ്ടത് ഏതാണ്? 3 എ വരേണ്ടത്. A 3 ഉള്ളത് ഒരൊറ്റെണ്ണേ ഉള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അറിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റിയേനെ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തോ. പൂർണ്ണവിരാമം. പൂർണ്ണവിരാമം നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലേ, ഫുൾ സ്റ്റോപ്പ്. അപ്പൊ എന്താണത്? പൂർണ്ണവിരാമം എന്ന് പറയുന്ന ബിന്ദുവാണ്. C1 അണ്ടാ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു ഒറ്റ ഫാക്റ്റിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഇവിടെ A3 B4. അപൂർണ വിരാമം. അപൂർണ വിരാമം എന്ന് പറയുമ്പോൾ ഭിത്തികയാണ്. ഭിത്തിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിങ്ങനെ എടുത്തില്ലേ നമ്മള്, ഇതിനെയാണ് നമ്മൾ ഭിത്തിക എന്ന് പറയുന്നത്. ഇനി അടുത്ത ഏതാണ്? അല്പവിരാമം എന്ന് പറയുന്ന ഏതാണ്? അങ്കുശമാണ്. അല്പവിരാമം എന്ന് പറയുന്ന അങ്കുശം, അതായത് കോമയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ബിന്ദു എന്ന് പറഞ്ഞാൽ ഇതാണ് ഉണ്ടോ. അതേപോലെ രോധിനി എന്ന് പറയുന്ന ഏതാണ്? സെമി കോളൻ. പിന്നെ ഏതാണ് വരുന്നത്? ഭിത്തിക എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇത് ഓരോന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണേ. നോക്കിക്കേ, ഇതിനെയാണ് നമ്മൾ വിശ്ലേഷം എന്ന് പറയുന്നത്, അപ്പോസ്ട്രഫി എന്ന് പറയത്തില്ലേ. ഇത് വലയം. വലയം എന്ന് പറയുന്നത് നമ്മുടെ ബ്രാക്കറ്റ്. ഇത് കോഷ്ടം. കോഷ്ടം എന്ന് പറയുന്നത് സ്ക്വയർ ബ്രാക്കറ്റിനെയാണ് നമ്മൾ കോഷ്ടം എന്ന് പറയുന്നത്. ഇത് ഭിത്തിക, ഇത് രേഖ, ഇത് വിക്ഷേപണി. നമ്മുടെ ആശ്ചര്യ ചിഹ്നമാണ് വിക്ഷേപണി എന്ന് പറയുന്നത്. ബിന്ദു, അതേപോലെ രോധിക എന്ന് പറയുമ്പോൾ സെമി കോളം വരും. അങ്കുശം എന്ന് പറയുന്നത് കോമയാണ്. ഇത് ശൃംഖല, ജസ്റ്റ് കുഞ്ഞി ഹൈഫൺ. ഇത് രേഖ എന്ന് പറയുന്ന നീളമുള്ള ഹൈഫൺ ആണ്. കാഗു പഠിച്ചു വെക്കണേ, ക്വസ്റ്റ്യൻ മാർക്കിനെ പറയുന്ന പേരാണ് എന്ത്? കാഗു. ഇത് ചായ്വര, നമ്മുടെ ഇങ്ങനെ. ഇനി ഉദ്ധരണിക്കും എന്താണ്? ഇത് തന്നെയാണ്. ഇത് നോക്കിക്കേ, ഇങ്ങനെ ഇടുന്നതും ഇങ്ങനെ ഇടുന്നതും ഉണ്ട്. ഇത് പ്രശ്ലേഷം, ഇത് ഇട, അതേപോലെ തന്നെ എന്താണ് പറയുന്നത്? സമുച്ചയം. പിന്നെ എന്താണ്? ഇതെന്താണ്? ആൻഡ്. സമുച്ചയം എന്ന് പറയുന്ന ആൻഡ്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഈ പറയുന്ന ഭിത്തിക ചോദിക്കാറുണ്ട്, ഈ വിക്ഷേപണി ചോദിക്കാറുണ്ട്, ബിന്ദു, രോദിനി, അങ്കുശം, കാഗു, ഇതൊക്കെ ഇത്രയുമാണ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളത്. ഇത് പണ്ട്, അതായത് നേരത്തെ PSCക്ക് നമുക്ക് ഇതിന്റെ ടോപ്പിക്കായിട്ട് വ്യക്തമായിട്ട് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുമായിരുന്നു. പക്ഷെ പിന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് അങ്ങനെ അധികം ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടില്ല. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടും ഈ ഒരു ടോപ്പിക്ക് വന്നിട്ടില്ല. പക്ഷെ എന്താണ് വന്നപ്പോൾ എന്താണ് നല്ല കാര്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. താരിക, പിൻചായ്വര, ശതമാനം, തിര, അനുച്ഛേദകം ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുകയല്ല. എല്ലാം നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റില്ല. ഈ പറയുന്നതൊക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഭിത്തിക പഠിക്കുക. വിക്ഷേപണി എന്ന് പറഞ്ഞാൽ എക്സ്ക്ലമേഷൻ, ആശ്ചര്യചിഹ്നമാണ്. ബിന്ദു, രോദിനി, അങ്കുശം, കാഗു. അതിന്റെ കറക്റ്റ് മീനിങ് എന്താണെന്ന് കൂടി പഠിച്ചു വെക്കാം. അർദ്ധവിരാമം രോദിനിയാണ്, അതേപോലെ അപൂർണ വിരാമം അങ്കുശമാണ്, പൂർണ്ണവിരാമം ബിന്ദുവാണ്, അല്പവിരാമമാണ് അങ്കുശം, അപൂർണ വിരാമം എന്താണ്? ഭിത്തികയാണെന്നും കൂടി ഓർത്തിരിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവൽ തെറ്റായ ജോഡി. തെറ്റായ ജോഡി എന്ന് പറഞ്ഞാൽ വൈതരണി ദുർഘട സ്ഥലമാണ്. ഭഗീരഥ പ്രയത്നം കഠിനമായ അധ്വാനമാണ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ. അക്ഷയപാത്രം അവസാനിക്കാത്ത സമ്പത്താണ്. ദന്തഗോപുരമാണ് തെറ്റായിട്ട് വരേണ്ടത്. ദന്തഗോപുരം എന്ന് പറയുന്നത് എന്താണ്? സാങ്കല്പിക സ്വർഗം. അതിനെയാണ് നമ്മൾ ദന്തഗോപുരം എന്ന് പറയുന്നത്. സാങ്കല്പിക സ്വർഗമാണ്. കൂട്ടത്തിൽ ചേരാത്ത തിരിച്ചറിയാം. ക്ഷണം, ക്ഷണനം. ക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ക്ഷണിക്കുക, ആ ഒരു മീനിങ് ഇല്ലേ, നമ്മൾ വിളിക്കുക, ആ ഒരു മീനിങ് ആണ് ക്ഷണം. ക്ഷണനം എന്ന് പറയുമ്പോൾ എന്താണ്? ക്ഷണനം, വധമാണ് കേട്ടോ, വധം. പ്രസാദം. പ്രസാദം എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം, പ്രസാദം പറയാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പ്രസാദം എന്ന് പറഞ്ഞാൽ ഇവിടെ സന്തോഷമാണ്. ഇവിടെ എത്തുന്ന പ്രാസാദം. പ്രാസാദം ഒന്ന് ഓർത്തിരിക്കുക. ഇതെന്താണ്? ഇവിടെ മാളികയാണ്, മാളിക. അതേപോലെ കൊട്ടാരം, അതാണ് പ്രാസാദം എന്ന് പറയുന്നത്. ഇനി എന്താണ്? പ്രവാദം. പ്രവാദം എന്താണ്? പ്രവാദം എന്താണ്? പ്രവാദം എന്ന് പറയുന്നത് നമ്മുടെ കെട്ടുകഥ, അതിനെയൊക്കെയാണ് നമ്മൾ പ്രവാദം എന്ന് പറയുന്നത്. ഈ തായാണ് വരുന്നതെങ്കിൽ എന്താണ്? അതായത് കാറ്റ്, വലിയ കാറ്റ് വീശുന്ന അങ്ങനെയൊക്കെയാണ് ഈ പ്രവാദത്തിന്റെ മീനിങ്. ഇതെല്ലാം നാനാർത്ഥമാണ്. ഈ താരവും താരകവും രണ്ടും എന്താണ്? സെയിം മീനിങ് ആണ്. രണ്ടും എന്ത്? നക്ഷത്രം എന്നൊരു മീനിങ് വരും. ഓക്കെ, താരം, താരകം, ബാക്കിയെല്ലാം നാനാർത്ഥമാണ്. ഇവിടെയാണ് എന്ത്? സെയിം മീനിങ് വരുന്നത്. അപ്പൊ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. മഞ്ഞുതൊപ്പി എന്ന പദത്തിന് ശരിയായ വിഗ്രഹരൂപം. മഞ്ഞുതൊപ്പി, മഞ്ഞുകൊണ്ടുള്ള തൊപ്പിയാണോ? അല്ല. മഞ്ഞ് മൂടുന്ന തൊപ്പിയല്ല, മഞ്ഞിനെ പോലുള്ള തൊപ്പിയല്ല, മഞ്ഞിനെ തടുക്കുന്ന തൊപ്പിയാണ് എന്ത്? മഞ്ഞുതൊപ്പി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
എക്സിന്റെ 15% എന്നത് വൈയുടെ 20% തുല്യമായാൽ എക്സ് ഈസ് ടു വൈ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സിന്റെ 15%, നമ്മളിപ്പോ എന്താണ് എക്സിന്റെ 15% എന്ന് പറയുന്നത് വൈയുടെ 20% തുല്യമായാൽ എക്സ് ബൈ വൈ എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ഡിവൈഡ് ബൈ 100 രണ്ടിടത്തും കോമൺ ആണ്, കട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് വേണ്ടത് എക്സ് ബൈ വൈ, നമുക്ക് എക്സ് ഈസ് ടു വൈ എന്ന് പറയുന്നതും എക്സ് ബൈ വൈ എന്ന് പറയുന്നതും സെയിം മീനിങ് ആണ്. സോ നമുക്ക് ഈ വൈനെ നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ എക്സ് എഴുതുക, ഇവിടെ ബൈ വൈ എഴുതുക. ഇവിടെ എന്തുണ്ട്, ഓൾറെഡി 20 ഉണ്ട്. ഇതിനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ 15 വരും. 20/15 രണ്ടും നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്യാം. ഇവിടെ 4 വരും, ഇവിടെ എന്താണ് 3. സോ എക്സ് ഈസ് ടു വൈ എന്ന് പറയുന്നത് 4:3 ആണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് തിരിച്ചു ചോദിക്കാം, വൈ ഈസ് ടു എക്സ് എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് 3:4 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ വേണം കേട്ടോ നമുക്ക് എഴുതാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ ബി 4:3 ആണ്. ഇത്രയേ ഉള്ളൂ. എക്സിന്റെ 15% വൈയുടെ 20% തുല്യമായാൽ. ഓക്കെ, ഒരു ക്ലാസ്സിലെ 10 കുട്ടികൾ പരസ്പരം ഹസ്തദാനം നൽകിയാൽ എത്ര ഹസ്തദാനം ഉണ്ടാകും? 10 കുട്ടികൾ പരസ്പരം ഹസ്തദാനം, ഇക്വേഷൻ ഉണ്ട് n × n-1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും, n എന്ന് പറയുന്നത് 10 ആണ്. 10 × 9 ഡിവൈഡ് ബൈ 2 എന്ന് വരും. 9×5 45 ആണ്. അപ്പൊ ഹസ്തദാനമാണെങ്കിൽ ഇപ്പൊ ഞാൻ നിനക്ക് ഹസ്തദാനം ചെയ്തു, നീ എനിക്ക് ചെയ്തു, അപ്പൊ അവിടെ ഒന്നായിട്ടേ കൂട്ടുകയുള്ളൂ. പക്ഷെ ഇത് തന്നെ ഗിഫ്റ്റ് കൈമാറൽ ചോദിക്കാറുണ്ട്. ഗിഫ്റ്റ് കൈമാറുമ്പോഴേക്കും എന്താണ്, ഒരു ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്, 10 കുട്ടികൾ പരസ്പരം ഗിഫ്റ്റ് കൈമാറുകയാണെങ്കിൽ ഈ ഞാൻ എന്ത് ചെയ്യണം, 9 പേർക്കും ഗിഫ്റ്റ് കൊണ്ടുപോകണം അല്ലെ. അങ്ങനെ എന്ത് ചെയ്യണം, മൊത്തം 90 ഗിഫ്റ്റ് വരും. അതായത് ഇവിടെ ഇതാണ് ഇക്വേഷൻ, n × n-1 ആണ്. അവിടെ ബൈ 2 വേണ്ട. ഓക്കെ, ഗിഫ്റ്റ് ആണെങ്കിൽ n × n-1 അവിടെ എന്ത് വരും, ഇനി ഹസ്തദാനമാണെങ്കിൽ n × n-1 ഡിവൈഡഡ് ബൈ 2 ആണ് എടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 4701 ഏത് സംഖ്യ കൂട്ടിയാൽ തൊട്ടടുത്തുള്ള പൂർണ്ണവർഗമാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് അറിയാവുന്നതിലേക്ക് ഇതിനെ എത്തിക്കാനായിട്ട് നോക്കണം. ഇവിടെ നോക്കിക്കേ, 4701 നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്നത് 70ന്റെ സ്ക്വയർ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. 70ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്, 4900 ആണ്. ആണല്ലോ. ഈ 4900 70ന്റെ സ്ക്വയർ ആണെന്ന് അറിയാം. കാര്യം 7ന്റെ സ്ക്വയർ 49, പിന്നെ 2 0 ഇട്ട് കൊടുക്കുക. ഇനി അപ്പൊ എന്താണ്, ഇവിടെ 4701 അല്ലേ പറഞ്ഞിരിക്കുന്നത്, അതിൽ ചെറിയ നമ്പറാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ തൊട്ട് മുമ്പുള്ള 69ന്റെ സ്ക്വയർ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. 69ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും, 69 × 69 എന്ന് പറയുമ്പോൾ 9×9 81 വരും. ശിഷ്ടം 8 വരും. 9×6 54, 54 8 എന്ന് പറയുമ്പോൾ 62 വരും. ഇവിടെ 9×6 54, ശിഷ്ടം 5 വരും. 6×6 36, 36 5 എന്ന് പറയുന്നത് 41 വരും. 2 1 2 4 6, 6 1 7 4 കണ്ടോ, 4761 കണ്ടോ. അപ്പൊ ഇവിടെ എന്താണ്, ഇനി ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ 4701 ഇനി അടുത്ത നമ്പർ 68ന്റെ സ്ക്വയർ ഒരിക്കലും നമുക്ക് ഇതിന്റെ അടുത്തായിട്ട് വരില്ല, ഇതിലും പുറകായിരിക്കും. ഇതിനോട് എത്ര കൂട്ടിയാലെന്നാണ് ഏറ്റവും അടുത്ത നമ്പർ ഇതല്ലേ കംപ്ലീറ്റ് സ്ക്വയർ ആവാനായിട്ട്. അപ്പൊ എന്ത് ചെയ്യണം, ഈ പറയുന്ന 4761 നിന്ന് ഈ 4701 കുറക്കുമ്പോൾ നമുക്ക് 60 കിട്ടും. ഈ 60 കൂട്ടിയാൽ മതി. ഓക്കെ, ഇനി ഈ 4761 കഴിഞ്ഞുള്ള ഒരു നമ്പറാണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് വെക്കുക. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 4763 എന്ത് കൂട്ടിയാൽ പൂർണ്ണവർഗമാകുമെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം 70ന്റെ സ്ക്വയർ നമുക്ക് കിട്ടി, 4900 ആണെന്ന് കിട്ടി, 69 കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിലും ചെറിയ നമ്പറാണ് 69ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇതിന് വേണ്ട, നമുക്ക് വേണ്ടത് 4763. എന്തിൽ നിന്ന് കുറച്ച് നോക്കണം, 4900 ആണ് തൊട്ടടുത്തുള്ള സ്ക്വയർ എന്ന് പറയുന്നത്, അത് കുറച്ച് നോക്കിയാൽ മതി. അപ്പൊ കിട്ടുന്ന ആൻസർ ആണ് കൂട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴേക്കും വിട്ട് കളയരുത്. ഏറ്റവും അടുത്തുള്ള ഇപ്പൊ നമുക്കറിയാം 50ന്റെ സ്ക്വയർ നമുക്ക് എളുപ്പമുണ്ട് കണ്ടുപിടിക്കാൻ അല്ലെ. 5ന്റെ സ്ക്വയർ 25 ആണ്. പിന്നെ എന്ത് ചെയ്യണം, 2 0 ഇട്ട് കൊടുക്കണം. അങ്ങനെയുള്ള സംഖ്യകളിലേക്ക് ഏറ്റവും അടുത്തുള്ള നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, അതുമായിട്ട് കണക്ട് ചെയ്ത് വേണം ആലോചിക്കാനായിട്ട്. നെക്സ്റ്റ് നോക്കാം. 4 × 5 + 14 + 2 14 + 8 - 36 ഡിവൈഡ് ബൈ 9 എത്ര? ഇവിടെ എന്താണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ബോർഡ് മാസ് റൂൾ നമുക്ക് അപ്ലൈ ചെയ്യണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ബ്രാക്കറ്റ്. അപ്പൊ 4 × 5 പ്ലസ്, ഇവിടെ നിങ്ങൾ കുറെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. 14 + 8 എന്ന് പറയുമ്പോൾ എത്ര വരും, 22 ആണ്.
അല്ലെ, ബ്രാക്കറ്റിനുള്ളിൽ വേണ്ടേ ചെയ്യാൻ, മൈനസ് 36 ഡിവൈഡ് ബൈ 9. നിങ്ങൾ ഈ ഒരു ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഇവിടെ ചെയ്യാം. 20 പ്ലസ് 22 മൈനസ് 36 ഡിവൈഡ് ബൈ 9 എന്ന് പറയുമ്പോൾ 9/4 36. 20ഉം 22 കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 42 മൈനസ് 4, അതായത് 38 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. 1 മുതൽ 50 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക. തുടർച്ചയായ എണ്ണൽ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? n+1 ഡിവൈഡ് ബൈ 2. ഇതാണ് തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത്. 1 മുതൽ 50 വരെയാണ്. അപ്പൊ എന്ത് വരും? 50 × 51 ഡിവൈഡ് ബൈ 2 എന്ന് വരും. ഇതും കൂടി കട്ടായി പോകും. 25 × 51 എന്ന് പറയുന്നത് 1275 ആണ്. ആൻസർ അപ്പൊ എത്രയാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 15 പോസ്റ്റ് കാർഡിന്റെ വില 2.25 രൂപയാണെങ്കിൽ 36 പോസ്റ്റ് കാർഡിന്റെ വില എത്ര? എന്താ പറഞ്ഞിരിക്കുന്നത്? 15 പോസ്റ്റ് കാർഡിന്റെ വില 2.25 എങ്കിൽ 36 എണ്ണത്തിന്റെ വില എത്ര? ഇതിവിടെ പോസ്റ്റ് കാർഡിന്റെ എണ്ണം കൂട്ടുമ്പോൾ നമ്മുടെ വിലയും കൂടും. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ വരുന്ന കേസിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 36 × 2.25 ഡിവൈഡഡ് ബൈ ഒരെണ്ണം ഉള്ളത് കൊണ്ട് ഹരിക്കുക. ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു ഫാക്ട് എന്ന് പറയുന്നത് 15ന്റെ സ്ക്വയർ ആണ് ഈ പറയുന്ന 225 എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും? ഉണ്ടോ? ഇവിടെ എന്താണ്? 0.15 എന്ന് വരും. ഉണ്ടോ? 0.15 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. 36 × 0.15 എന്ന് പറയുമ്പോൾ എത്രയാണ് ആൻസർ വരേണ്ടത്? 36 × 15 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 540 കിട്ടും. അവിടെ നമുക്ക് എന്ത് ചെയ്യണം? 2 ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇടണം. 540 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. 2 ഡിജിറ്റ് മാറ്റി എന്ന് പറയുമ്പോൾ 5.4 ആണ് വരേണ്ടത്. 5.4. ഇവിടെ നമുക്ക് ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും. നോക്കിക്കേ, ഇവിടെ ജസ്റ്റ് ഒരു ലോജിക് വെച്ച് നോക്കിക്കേ. 15 പോസ്റ്റ് കാർഡിന് 2.25 രൂപയാണ്. ഉറപ്പായിട്ട് 36 അതിലും കൂടുതലായിരിക്കും. സോ ഈ 2 നമ്പറും അതിലും കുറവാണ്. വെട്ടിക്കളഞ്ഞോ. ഇനി 15 പോസ്റ്റ് കാർഡിന് 2.25 ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ ഇരട്ടിയായ 30 പോസ്റ്റ് കാർഡിനാണെങ്കിൽ എത്ര വരും? 4.5 രൂപ വരും. നമുക്ക് 36 ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. സോ അതുമായിട്ട് അടുത്ത നമ്പർ ആയിരിക്കും. 54 ഉറപ്പായിട്ടും വരില്ല. സോ ആൻസർ എത്രയായിരിക്കും? 5.4. ഇത് ഇത്രയൊന്നും ചെയ്യാണ്ട് ഒറ്റ ലോജിക്കിൽ നമുക്ക് ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 1.7 × 0.0028 ഡിവൈഡ് ബൈ 0.068 0.014. ഇങ്ങനെ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് എങ്കിൽ നിങ്ങൾ നേരെ നോക്കുക. മുകളിൽ എത്ര പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ എത്രയുണ്ട്? പോയിന്റ് കഴിഞ്ഞ് 1. ഇവിടെ എത്രയുണ്ട്? 4 അല്ലെ? ടോട്ടൽ ഇവിടെ 5 ഉണ്ട്. ഇവിടെ നോക്കിക്കേ, 1 2 3 4 5 6. താഴെ എത്രയുണ്ട്? 6 ഉണ്ട്. 5/6 ഇതാണ് നമ്മുടെ പോയിന്റുകളുടെ എണ്ണം. അത് പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി വെക്കാനായിട്ട് പറ്റും. ഇവിടെ എങ്ങനെ എഴുതാം ഇതിനെ? മുകളിലത്തെ പോയിന്റ് കുറവല്ലേ, നമുക്കപ്പോൾ അവിടെ പോയിന്റിന് ഇടണ്ട. 28 ഉണ്ടോ? ആ പോയിന്റ് എല്ലാം നമ്മൾ കളഞ്ഞു. ഡിവൈഡഡ് ബൈ താഴെ ഒരു പോയിന്റ് നമുക്ക് മതി. പോയിന്റ് കഴിഞ്ഞ ഒരു ഡിജിറ്റ് മതി. ബാക്കി എല്ലാം നമ്മുടെ സെയിം ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് 6.8 എന്ന് എഴുതാം. ഇൻറ്റു ഇവിടെ എന്ത് ചെയ്യാം? 14 എന്ന് എഴുതാം. അപ്പൊ നോക്കിക്കേ, മുകളിൽ 5 ആയിരുന്നു, താഴെ 1 ആയിരുന്നു. ആ 5 പോയിന്റും താഴത്തെ 5 പോയിന്റുമായിട്ട് കട്ടായി പോയി. ബാക്കി ഇനി 1 ഉള്ളൂ. അത്രേ ഉള്ളൂ കൺസെപ്റ്റ് ഇവിടെ. ഇവിടെ 14ഉം 28ഉം കൂടി കട്ട് ചെയ്യാം 2 തവണ അല്ലേ? 17 × 2 എന്ന് പറയുന്നത് 34 ആണ്. 34 ഡിവൈഡ് ബൈ 6.8 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു ഫാക്ട് എന്ന് പറയുന്നത് ഇത് തമ്മിൽ നമുക്ക് കട്ട് ചെയ്യാം അല്ലെ? 34ഉം ഇതും കൂടി കട്ട് ചെയ്യുമ്പോഴേക്ക് എത്ര വരും? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 10 കൊണ്ട് കട്ട് ചെയ്ത് ആ പോയിന്റ് അങ്ങ് കളയാം. അപ്പൊ ഇവിടെ എത്ര വരും? 340 ഡിവൈഡഡ് ബൈ 68 എന്ന് പറയും അല്ലെ? അപ്പോൾ ഇവിടെ ആൻസർ എങ്ങനെ വരും? 34ഉം 68ഉം കൂടി കട്ടാവും ഇവിടെ 2 തവണ. അപ്പൊ 10 ഡിവൈഡ് ബൈ 2 എന്ന് വരും. 10 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 5 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി 5 ആയിട്ട് വരും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിട്ട ഭാഗം പൂരിപ്പിക്കുക. AYIN BWLM DUOL -KQUJ എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓരോന്നും എടുത്തെഴുതി നോക്കാം. AYIN, അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? BWLM, അടുത്ത പറഞ്ഞിരിക്കുന്നത് DUOL. ഇനി അടുത്ത എന്താണെന്നാ വേണ്ടത്? നമുക്ക് നോക്കിക്കേ, A കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പറാണ് B എന്ന് പറയുന്നത്. +1 ആണ് ചെയ്തിരിക്കുന്നത്. B കഴിഞ്ഞ് നോക്കിക്കേ, C വിട്ടിട്ടാണ്. അപ്പൊ അതായത് +2 ആണ് ചെയ്തിരിക്കുന്നത്. സോ അടുത്ത ഏതായിരിക്കണം വരേണ്ടത്? +3 ചെയ്ത് നോക്കാം നമുക്ക് അല്ലെ? D കഴിഞ്ഞ് +3 എന്ന് പറയുമ്പോൾ E വേണം, F വേണം, G വേണം. അപ്പോൾ ഇവിടെ D കഴിഞ്ഞ് നോക്കിക്കേ, +3 എന്ന് പറയുമ്പോൾ G ആണ് തുടക്കം വരേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഇത് രണ്ടും നമുക്ക്
വെട്ടി നോക്കാം. ഇനി ഒന്നെങ്കിൽ GSRK അല്ലെങ്കിൽ GTRL ആണ് വേണ്ടത്. ഇനി ഇവിടത്തെ അടുത്തത് 6 ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. കാര്യം ഇവിടെ മൂന്നാമത്തെ പൊസിഷനിൽ 2 6 തന്നിരിക്കുന്നത്. ഇനി ഇവിടെ S ആണോ ഇവിടെ T ആണോ എന്ന് നോക്കിയാൽ മതി. ഇനി അടുത്ത് നോക്കിക്കേ, Y എന്ന് പറയുന്നത് നമുക്ക് 25ാമത്തെ നമ്പർ അല്ലേ Y എന്ന് പറയുന്നത്. അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? WXYZ ഇങ്ങനെയല്ലേ നമ്മുടെ പോകുന്നത്. അതായത് ഇവിടെ പുറകോട്ടാണ് പോയിരിക്കുന്നത്. ഉണ്ടാ, ഇത് 25, ഇത് 24, ഇത് 23, അതായത് -2 ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെയ്തിരിക്കുന്നത് -2 ആണ്. UVW ഇവിടെയും എന്താണ് ചെയ്തിരിക്കുന്നത്? ഇവിടെ -1 അല്ലേ വന്നിരിക്കുന്നത്. W ൽ നിന്നും WLM അല്ലേ തന്നിരിക്കുന്നത്. ഇവിടെ ഏതാണ്? U ആണ്. ഓക്കെ, ഇവിടെയും എന്താണ്? മൈനസ് അല്ലെ, നടുക്കത്തെ ഒരു നമ്പർ വിട്ടാണ്. ഇവിടെയും -2 തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരണം? ഇവിടെയും എന്താണ്? -2 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് വരണം? അടുത്തത് മുകളിൽ അടുത്ത നമ്പർ എന്ന് പറയുന്നത് RSTUVWXYZ, അതായത് Y കഴിഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്നത് W ആണ്, അടുത്ത് തന്നിരിക്കുന്നത് U ആണ്. അപ്പൊ അടുത്തത് ഏതാണ് വരേണ്ടത്? S ആണ് വരേണ്ടത്. സോ ഇവിടെ വരേണ്ടത് S ആണ് കേട്ടോ വരേണ്ടത്. അപ്പൊ ഏതാണ്? GSR. അത്രയും മതി. ബാക്കി എന്തായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? പിന്നെ പറയാൻ പറ്റില്ല, കാര്യം ഇതൊന്നുമല്ല എന്നൊരു ഫാക്ട് ഇവിടെ തന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ കെയും കൂടി കറക്റ്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഇതൊന്നുമല്ല എന്നുള്ള റൂളും കൂടി അവിടെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ഇനി നോക്കിക്കേ, നെക്സ്റ്റ് നോക്കിക്കേ, NML എന്നാ തന്നിരിക്കുന്നത്. NML അവിടെ എന്താ തന്നിരിക്കുന്നത്? NOP. ഓക്കെ, NML നേരെ N വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് M ആണ്, അത് കഴിഞ്ഞ് L ആണ്. അപ്പൊ അടുത്ത് എന്തായിരിക്കണം വരേണ്ടത്? K അല്ലേ? KLMN തൊട്ട് മുമ്പത്തെ നമ്പർ തന്നെയാണ്. അപ്പൊ ഇവിടെ വരേണ്ടത് K തന്നെയാണ്. GSRK തന്നെയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2, 3, 5, 7, 8, 11, 13 ഒറ്റയാൻ ആര്? ഇവിടെ നമുക്ക് ഇരട്ട സംഖ്യ എന്നുള്ള കൺസെപ്റ്റ് അല്ല വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ്? ബാക്കി എല്ലാം തന്നിരിക്കുന്നത് പ്രൈം നമ്പർ ആണ്. 8 മാത്രമാണ് ഇവിടെ ഭാജ്യസംഖ്യ, ഭാജ്യമല്ലാത്തത്. 2 എന്ന് പറയുന്ന ഭാജ്യസംഖ്യയാണ്, 3 എന്ന് പറയുന്ന അഭാജ്യമാണ് അല്ലെ. എല്ലാം അഭാജ്യസംഖ്യകളാണ് തന്നിരിക്കുന്നത്. ഇവിടെ 8 മാത്രമാണ് അഭാജ്യമല്ലാത്തത്. 10, 7, 4 എന്ന ശ്രേണിയിലെ 25ാം പദം എത്ര? 25ാം പദമാണ്. ഇവിടെ ഫസ്റ്റ് പദം എന്ന് പറയുന്നത് 10 ആണ്. കോമൺ ഡിഫറൻസ് D എന്ന് പറയുന്നത് എത്രയാണ്? 7 - 10, അതായത് എത്ര വരും? -3 ആണ് D എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് N 25ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് 25ാം പദം കണ്ടുപിടിക്കേണ്ടത്? A + 24D അല്ലെ. A എന്ന് പറയുന്നത് 10 ആണ്. 10 + 24 × -3. 10 + 24 × 3 എന്ന് പറയുന്നത് എത്ര വരും? 72 - 72 വരും അല്ലെ. ഇവിടെ എന്താണ്? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ. 72ൽ നിന്ന് 10 കുറക്കുമ്പോൾ എത്ര കിട്ടും? 62. വലുതിന്റെ സൈൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്. സോ -62 ആയിരിക്കും ഈ ശ്രേണിയിലെ എത്രാമത്തെ പദം? 25ാമത്തെ പദം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇത് കഴിയുമ്പോഴേക്കും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ എന്തുണ്ടാകും? ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. പറ്റുന്നവർ എന്ത് ചെയ്യുക? ഇത് ഉറപ്പായിട്ടും ഒന്ന് GK പോർഷൻ കൂടി ചെയ്ത് നോക്കുക. ഞാൻ അത് കഴിയുമ്പോഴേക്കും മാർക്കഡ് PDF കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതും കൂടി ഒന്ന് നോക്കി കറക്റ്റ് ചെയ്ത് പോകുക. അപ്പോൾ എന്ത് ചെയ്യാം? വൈകുന്നേരത്തെ നമ്മുടെ SCRT മോക്ക് ടെസ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്